എക്സ്ക്യൂസ് മീ, അകത്തേക്ക് വരാമോ? വരൂ വരൂ. സുഖമില്ലാത്ത ആളെ ഡിസ്റ്റർബ് ചെയ്യാനാണോ വന്നത്? വെറുതെ ഇരുന്ന് കത്തിവെക്കുന്നു. നന്ദന, ഇത് സജീവന്റെ സിസ്റ്ററാ. മനസ്സിലായി. ശ്രുതി, ഇത് പരിചയപ്പെട്ടു. ഞാൻ ഉടനെ പോയിക്കൊള്ളാം. PC ശ്രുതി. PC ശ്രുതിയോ? ഞങ്ങള് വിശദമായി പരിചയപ്പെട്ടു ഹരിയേട്ടാ. ഞാൻ സഹായിക്കണോ അമ്മേ? ജോലിയെല്ലാം കഴിഞ്ഞു, ഇനി എന്ത് സഹായിക്കാനാ? രാവിലെ നന്ദന ഓഫീസിൽ പോകാൻ മടിച്ചു തന്നതുകൊണ്ടായിരിക്കും കാർത്തിക് ഇന്ന് പോകുന്നില്ലെന്ന് വെച്ചത്. നന്ദനയെ ഞാൻ ഒരുവിധം നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു. കാർത്തികയെ ഇനി നിർബന്ധിക്കണോ? എനിക്ക് അത്തരത്തിലുള്ള പിടിവാശിയൊന്നുമില്ല. അത്യാവശ്യമുള്ള 2 ഫയൽ ഞാൻ ഇന്നലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നോക്കാലോ. ശരി ശരി. അല്ലമ്മേ, നന്ദന ഓഫീസിലേക്ക് തന്നെ പോകുന്നാണോ പറഞ്ഞത്? പിന്നല്ലാതെ വേറെ എവിടേക്ക് പോവാനാ? അതായിപ്പൊ ഞാനും ചോദിക്കുന്നത്. ഇവിടുന്ന് പോയ നന്ദന ഇതുവരെ ഓഫീസിൽ ചെന്നിട്ടില്ല. കാർത്തിയെ ഇങ്ങനെ ഓരോരോ പ്രവചനം നടത്താതെ. കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞിട്ട് നന്ദന ടെക്സ്റ്റൈൽസിൽ ഉണ്ടായിരുന്നുവല്ലോ. ഇന്ന് കഥ അങ്ങനല്ല, 2 ഇടത്തും ഇല്ല. ഇവിടുന്ന് പോവുകയും ചെയ്തു, അവിടെ എത്തിയതുമില്ല. പിന്നെ എവിടെ പോയി ആള്? നമ്മൾ പറയുമ്പോ മാത്രം കുറ്റമെന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റുമോ? നമുക്കൊക്കെ ഒരു മിനിമം അന്തസ്സില്ലേ അമ്മേ? ഹലോ, ഇത് കോവിലത്ത് നിന്നാ. എന്താ അമ്മേ? നന്ദനയുടെ റൂമിലേക്കൊന്ന് ഫോണ് കണക്ട് ചെയ്തേ. അതിന് നന്ദനമാട ഇവിടെ എത്തിയിട്ടില്ലല്ലോ അമ്മേ. വന്നില്ലേ? ഇതുവരെ എത്തിയില്ല. അതോ ഓഫീസിലേക്ക് വന്നിട്ട് പുറത്തു പോയതാണോ? അല്ലമ്മേ, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ആ ശരി. മാഡം വന്നാൽ എന്തെങ്കിലും പറയണോ അമ്മേ? ഇല്ലില്ല, ഒന്നുമില്ല. ശരി അമ്മേ. ആ ഹലോ, ടെക്സ്റ്റൈൽസ് അല്ലേ? അതെ, ഞാൻ വീട്ടിൽ നിന്നാ. എന്താ അമ്മേ? നന്ദനെ അങ്ങോട്ട് വന്നോ? ഇല്ല, ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ഇല്ലേ? ഇല്ലമ്മേ. നല്ലോണം നോക്കിട്ടാണോ പറയുന്നേ? അതേമ്മേ, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ശരി. വന്നാൽ എന്തെങ്കിലും പറയണോ അമ്മേ? വേണ്ട. ആ ഓഫീസിലും തുണിക്കടയിലും ചെന്നിട്ടില്ല. ഇപ്പൊ വിശ്വാസമായില്ലേ അമ്മയ്ക്ക്? അമ്പലം, ആശുപത്രി അവിടെയൊക്കെ വിളിച്ച് ചോദിച്ചോ? എന്നാ നന്ദന എവിടെയായിരിക്കുമെന്ന് എനിക്കൊരു ഊഹമുണ്ട്. പോയി കാണാനുള്ള ആള് ഈ നാട്ടിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ. പേര് ഹരിപ്രസാദ്. ആക്സിഡന്റായി റെസ്റ്റ് എടുക്കുന്ന പഴയ പുള്ളിയുടെ അടുത്ത് കാണും ഇപ്പൊ നന്ദന. വരുമ്പോ ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും. അമ്മയ്ക്ക് വേണമെങ്കിൽ ചോദിച്ചാ മതി, ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്.
ഞാൻ ഓഫീസിൽ നിന്ന് വരിക. മേഡം ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നല്ലോ. അത് കുഴപ്പമില്ല, ഹരിയേട്ടനൊന്ന് കണ്ടേക്കാന്ന് കരുതി. അതിനെന്താ, കണ്ടല്ലോ അല്ലേ? നീ എന്താ ഒളിച്ചു കളിക്കുന്നത്? നീ മേഡത്തെ വേണ്ട പോലെ ട്രീറ്റ് ചെയ്തോ? ശ്രുതിക്ക് ആളെ മനസ്സിലായോ? ഇതാണ് നന്ദന മേഡം. എനിക്ക് മാനേജറായിട്ട് പ്രമോഷൻ തന്ന മേഡം. ഞാൻ പറഞ്ഞിട്ടില്ലേ മേഡത്തെ പറ്റി? നീ മറന്നുപോയോ? അപ്പോ ആ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണറാന്ന് പറഞ്ഞത്? ആ നന്ദന മേഡം തന്നെയാ ഈ നിൽക്കുന്നേ. എന്തു പറ്റി മേഡം? ഒന്നുമില്ല, സജീവിന്റെ പെങ്ങളാള് സ്മാർട്ടാ. ചിലപ്പോ അവൾ ഓവർ സ്മാർട്ട് ആവും. ഏയ്, നല്ല കുട്ടിയാ. അതെ, ചായ കുടിക്കാൻ പോലും നിൽക്കാതെ വന്ന പാടെ മുകളിലേക്ക് പോവാണോ? ഇതല്ലല്ലോ പതിവ്. ഇന്ന് എവിടെ പോയതായിരുന്നു നന്ദനെ? മനസ്സിലായില്ലോ. ഓഫീസിലേക്കെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി. പക്ഷെ പോയത് എങ്ങോട്ടാ? കാർത്തികേച്ചിക്ക് എന്താ പറയേണ്ടത്? അറിയേണ്ടത് എനിക്കല്ല, അമ്മയ്ക്കാ. അമ്മ ചോദിച്ചോളും. എന്നാലും വെല്ലുവിളിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നോണ്ട് ചോദിക്കുക. നന്ദൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? മറുപടി പറയാൻ ഇത്രയും ആലോചിക്കണോ? ഇല്ല, ഇന്ന് ഞാൻ ഓഫീസിൽ പോയില്ല. ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് വരാം. ആള് സുഖമില്ലാതെ റെസ്റ്റ് എടുക്കാം. ഒന്ന് കാണണം തോന്നും. സുഖമില്ലാത്തതല്ല, ബൈക്ക് ആക്സിഡന്റാ. ഫ്രണ്ടിന്റെ പേര് ഹരിപ്രസാദ്. അതെ, ഞാൻ ഹരിയേട്ടൻ എന്നാ വിളിക്കുന്നത്. മുഖത്ത് നോക്കി പറയുന്ന കേട്ടില്ലേ? എന്തൊരു ചങ്കൂറ്റാണ്. സത്യം പറയാൻ മടിക്കുന്ന എന്തിനാ കാർത്തികേച്ചി? ഞാനിപ്പോ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന സത്യം വിളംബരം ചെയ്യുമായിരുന്നോ? അത്ര വലിയ സത്യവതിയായിരുന്നെങ്കിൽ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ പറയാറുന്നില്ലേ ഓഫീസിലേക്കല്ല പോകുന്നത്, പഴയ കക്ഷിയെ കാണാനാണെന്ന്. കാർത്തികേച്ചിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ ഓഫീസിൽ പോവാതിരുന്നതാണോ അതോ ഹരിയേട്ടനെ കാണാൻ പോയതോ? നന്ദന ഓഫീസിൽ പോയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. ഇനി മറ്റെവിടെയെങ്കിലും ചുറ്റാൻ പോയാലും എനിക്കൊന്നുമില്ല. പക്ഷേ ഓഫീസിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ ഇവിടെയും ബലസാന്ന് വിചാരിക്കണ്ട. എല്ലാരെയും വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഈ ഒളിച്ചുകളി ഉണ്ടല്ലോ, അത് ഈ കാർത്തിക സമ്മതിച്ചു തരില്ല. ഇതിലൊരു ഒളിച്ചുകളിയുമില്ല. അമ്മയ്ക്കും എന്റെ ഭർത്താവിനും അറിയാവുന്ന കാര്യങ്ങളെല്ലാം. ഈ മുൻകൂർ ജാമ്യമൊന്നും വിലപ്പോവില്ല നന്ദനെ. ഉദയേട്ടനോട് പറഞ്ഞ അനുവാദം വാങ്ങിയിട്ടല്ലോ ഹരിപ്രസാദിനെ കാണാൻ പോയത്. ഇവിടെ നിന്നേ പ്ലാൻ ചെയ്തിട്ടല്ല ഞാൻ രാവിലെ ഇറങ്ങിയത്. ഇടയ്ക്ക് വെച്ച് തോന്നി ഹരിയേട്ടനൊന്ന് കാണണമെന്ന്. അവിടം വരെ ഒന്ന് പോയി. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിഷമങ്ങളെല്ലാം പങ്കുവച്ചോ? ഇല്ല, എന്നാ എന്റെ ചില വിഷമങ്ങളൊക്കെ പങ്കുവെച്ചു. അതിനും ആരെങ്കിലും വേണമല്ലോ. അത് ശരി. ഒരു മുഴം മുൻകൂട്ടി എറിയാനുള്ള പദ്ധതി മനസ്സിലായി. സങ്കടങ്ങൾ കേട്ട് ഹരിപ്രസാദ് എന്തു പറഞ്ഞു? ഇവിടുന്ന് പൊടിയും തട്ടി ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നാ സംരക്ഷിച്ചോളാന്ന് പറഞ്ഞോ? അതോ അതിന് കാത്തു നിൽക്കാതെ എല്ലാം പാക്ക് ചെയ്ത് ധൈര്യമായിട്ട് ഇറങ്ങി ചെന്നോളാൻ പറഞ്ഞോ? ഇവിടുന്ന് ഇറക്കി വിട്ടാലും വഴിയാധാരം ആവരുതല്ലോ. അത് മുൻകൂട്ടി മനസ്സിൽ കണ്ട് ഒരഭയസങ്കേതം കണ്ടുവെക്കുന്നത് ബുദ്ധിയാ. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും വഴിയാധാരം ആവില്ല ഞാൻ. പ്രത്യേകിച്ച് ആരും സംരക്ഷിച്ചില്ലെങ്കിലും ജീവിക്കാമെന്ന ധൈര്യം എനിക്കുണ്ട്. സേതു കുഞ്ഞമ്മ തന്ന സ്വത്തുണ്ട്. മുത്തശ്ശി തന്നത് കേസിലും വഴക്കിലും പെട്ടാലും എന്റെ അച്ഛൻ വാങ്ങിത്തന്ന 40 സെന്റ് ഭൂമി നാട്ടിലുണ്ട്. എനിക്ക് ജീവിക്കാൻ അതൊക്കെ ധാരാളം. അപ്പോ എല്ലാം കണക്കുകൂട്ടി വെച്ചിരിക്ക. അതാണ് ഇത്ര ഗട്സ്. എന്നാലേ കൂട്ടിയും കുറച്ചും വെച്ച കൂട്ടത്തില് മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. നെറുകയിൽ അണിഞ്ഞിരിക്കുന്ന ഈ സിന്ദൂരം, കഴുത്തിൽ ഉദയേട്ടൻ കെട്ടിത്തന്ന ഈ താലി,
അതിന്റെ വില ഓർക്കണമായിരുന്നു. എങ്കിലിങ്ങനെ പഴയ ഫ്രണ്ടിന്റെ അടുത്ത് സർക്കിട്ടിന് ഇറങ്ങില്ലായിരുന്നു നന്ദന. പക്ഷേ അത് സൗകര്യപൂർവ്വം അങ്ങ് മറന്നു. ഒന്നും മറന്നിട്ടില്ല കാർത്തികേച്ചി. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നെറുകയിലണിയുന്ന സിന്ദൂരം ഭർത്തൃമതിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള സൂചനയാണ്. കഴുത്തിലെ താലി ദാമ്പത്യത്തിന്റെ അടയാളം. സിന്ദൂരം തുടച്ചു മാറ്റാം, താലി അഴിച്ചു മാറ്റാം. എന്നാ താലി കെട്ടിയ പുരുഷന് ഒരു സ്ത്രീ തന്റെ മനസ്സിൽ കൊടുക്കുന്ന സ്ഥാനമുണ്ട്. അതാണ് അവളെ ഭർത്തൃമതിയാക്കുന്നത്. അതൊരു വിശ്വാസമാണ്, തുടച്ചാലും മാച്ചാലും പോവാത്ത വിശ്വാസം. ആ വിശ്വാസം ഉള്ളതുകൊണ്ടാ നന്ദന പഴയ സുഹൃത്തിനെ കാണാൻ പോയത്. അതിലെനിക്ക് കുറ്റബോധമൊന്നുമില്ല. എന്റെ ഭർത്താവിനും അത്രയൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വാചകോടിയൊന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല. ലോ കോളേജിൽ ചേരേണ്ടതായിരുന്നു നന്ദന. വക്കീലായിട്ട് ശോഭിച്ചേനെ. LLBക്ക് ചേരുന്ന കാര്യം ആലോചിക്കാവുന്നതാണ്. ഓർമ്മിപ്പിച്ചതിന് നന്ദി. അതെ, പോകാൻ വരട്ടെ. അമ്മയെ കാണണം. ഞാൻ കണ്ടോളാം, ശുപാർശ വേണ്ട. അമ്മ ഇവിടെ വന്നിരിക്കായിരുന്നോ? കണ്ടില്ലേ അവളുടെ ഒരു ധിക്കാരം? നേർക്ക് നേരെ നിന്ന് തർക്കുത്തരം പറഞ്ഞിട്ട് കേറി പോയിരിക്കുന്നു. അമ്മ എന്താ അങ്ങോട്ട് വരാഞ്ഞത്? നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എന്നിട്ട് എന്താ വരാതിരുന്നത്? വന്ന് അവളുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയാഞ്ഞത്? എവിടെ നിരങ്ങാൻ പോയിരിക്കായിരുന്നു എന്ന് ചോദിക്കായിരുന്നില്ലേ അമ്മയ്ക്ക്? ചോദിച്ച കാർത്തികയോട് ഒട്ടും പതറാതെ വ്യക്തമായി സമാധാനം പറഞ്ഞില്ലേ നന്ദന? എന്ത് സമാധാനം? അമ്മ ഏതൊക്കെ അങ്ങ് വിശ്വസിച്ചോ? കള്ളത്തരത്തിന്റെ കാതലാ നന്ദന. അവള് പറഞ്ഞത് അത്രയും കല്ല് വെച്ച നുണയാ. നാട്ടിൽ എത്രയോ പേര് സുഖമില്ലാതിരിക്കുന്നു. അവരെല്ലാം കാണാൻ പോവാണോ നന്ദന? പുതിയൊരു മദർ തെരേസ വന്നിരിക്കുന്നു. അവള് വിശുദ്ധയാണെന്ന് വിശ്വസിക്കാൻ അമ്മയും. അങ്ങോട്ട് ചെന്ന് പിടിച്ചിറക്കി ചോദിക്കമ്മേ. എനിക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റും കാർത്തികേ. ചില ഒളിവുകളൊക്കെ നടക്കുമെങ്കിലും എന്നെ അങ്ങനെ അങ്ങ് പറ്റിക്കാനൊന്നും കഴിയില്ല. അതാദ്യം കാർത്തിക മനസ്സിലാക്ക്. അമ്മേ, ഞാൻ പറയുന്നത് അകത്തും പുറത്തുമായി 2 മുഖമുള്ളവരെയും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. നന്ദന ഏതറ്റം വരെ പോകുമെന്ന് ഞാൻ ഊഹിക്കുന്നു. കാർത്തിക ഏതറ്റം വരെ പോകുമെന്ന് എനിക്കൊരു ഊഹമുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? നീ എന്താ ആലോചിക്കുന്നത് ശ്രുതി? നീ എന്താ ആലോചിക്കുന്നതെന്ന്? ശരിക്കും അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നോ? ശരിക്കും അല്ലാതെ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ? പിന്നെന്താ ഹരിമാഷു ആ കക്ഷിയും തമ്മിൽ കല്യാണം കഴിക്കാതിരുന്നേ? ഒരു കോവിലകം മുഴുവൻ എതിർത്താ പിന്നെ എന്ത് ചെയ്യാനാ? രണ്ടാമതൊന്നും ആലോചിക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുമ്പ് നന്ദന മേഡത്തിന് കല്യാണവും കഴിഞ്ഞു. ഹരി ഒറ്റപ്പെടുകയും ചെയ്തു. ഒറ്റപ്പെടുത്തിയെന്ന് പറ. മനഃപൂർവ്വം അല്ലല്ലോ. സജീവേട്ടൻ എപ്പോഴും ആ പാർട്ടിയുടെ സൈഡാ. ഓ, മേഡം ആണല്ലോ, സോപ്പിട്ട് നിന്നല്ലേ പറ്റൂ. അതുകൊണ്ടൊന്നല്ലടി, അവരും ഹെൽപ്ലെസ്സാ. കാര്യമൊക്കെ ശരി. അവര് പിന്നെ ഹരിമാഷിനെ കാണാൻ വരുന്നത് ഒട്ടും നല്ലതല്ല. അവർക്ക് ഭർത്താവുണ്ട്, കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നു. ഇനി ആ മാഷിനെ വെറുതെ വിട്ടൂടെ? പഴയ ബന്ധം അവർ തുടരുന്നില്ല ശ്രുതി. മുൻപരിചയമുള്ള 2 പേർ മറ്റൊരു നാട്ടിൽ വെച്ച് വീണ്ടും കണ്ടപ്പോ സന്തോഷത്തോടെ ഇടപെടുന്നു, അത്രേ ഉള്ളൂ. അതിനിപ്പോ എന്താ തെറ്റ്? തെറ്റുണ്ട്. മുൻപരിചയം സൗഹൃദം എന്നൊക്കെ പറയുമ്പോ കഴിഞ്ഞു. എന്തായാലും പഴയ ബന്ധം പാടെ മറക്കാൻ കഴിയില്ലല്ലോ. അല്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലാതെ പിന്നെന്തിനാ നമ്മൾ ചർച്ച ചെയ്യുന്നത്? വാടകയ്ക്കാണെങ്കിലും ഹരിമാഷ് ഇപ്പൊ താമസിക്കുന്നത് നമ്മുടെ വീട്ടിലല്ലേ? അപ്പൊ ചർച്ച ചെയ്യണം. ആ ചേച്ചി ഇനി ഇവിടെ വരാതിരിക്കാ വേണ്ടത്. ഒരൊറ്റ ചോദ്യം. എന്താ? അവരെ കാണുന്നത് ഹരിമാഷിന് സങ്കടമുള്ള കാര്യല്ലേ? ഏട്ടൻ പറ, സങ്കടമല്ലേ? നോ ആൻസർ. അതിനർത്ഥം ഞാൻ പറഞ്ഞത് ശരിയാണെന്നല്ലേ? അവരുടെ കൂടിക്കാഴ്ച ഒഴിവാക്കാ വേണ്ടത്. സജീവേട്ടൻ അതിന് കൂട്ടു നിൽക്കരുത്.
ഈ ഷർട്ടിന്റെ ബട്ടൺ പോയിന്ന് വിദ്യയോട് ഞാൻ പറയാതിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് അത് കണ്ടുപിടിച്ച് തുന്നി പിടിപ്പിച്ചു കള്ളി. അപ്പൊ നിനക്ക് എന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ട്. എന്താ ഒന്നും ഉരിയാടാത്തത്? ഷർട്ടിന്റെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ എന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ജോക്ക് ജോക്ക് ജോക്ക്. ആ, പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അശ്വിന്റെ ജീൻസ് എല്ലാം പഴയതായി. നേരത്തെ രണ്ടുപേരും ഷർട്ടും പാൻസും മാറി മാറി ഉപയോഗിക്കുമായിരുന്നു. ആദ്യത്തിനിപ്പൊ തടി കുറച്ച് കൂടിയതുകൊണ്ട് അത് പറ്റില്ല. ചെക്കനെ തടിയനായിട്ട് വരട്ടെ. നാളെ എനിക്ക് സഹായമായിട്ട് നിൽക്കണ്ടോന്നല്ലേ? അതോ അവനെ കൊണ്ട് എന്നെ തല്ലിക്കാനാണോ നിന്റെ കണക്ക് കൂട്ടല്? തുടങ്ങി. ഞാനൊരു നേരം പോക്ക് പറഞ്ഞതല്ലേ. വിദ്യ ഒരു ജോക്ക് അടിച്ചു, ഞാനും ഒരു ജോക്ക് തിരിച്ചടിച്ചു. നമുക്കേ ഒരു ദിവസം തുണി എടുക്കാൻ പോയി കളയാം. എല്ലാവരും കൂടി ഒരു ഫാമിലി ട്രിപ്പ്. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ ഇഷ്ടംമാതിരി സെലക്ഷൻ ഉണ്ടെന്നാ പറയണത്. നമുക്ക് പക്ഷേ അവിടെ പോണ്ട. അതെന്താ, സ്വന്തക്കാരുടെ കടയല്ലേ? അതുകൊണ്ടാ അങ്ങോട്ട് പോണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് കരുതിയാവും ചെന്നതെന്ന് വിചാരിക്കും. നമുക്കേ വേറെ നല്ലൊരു കട നോക്കാം. സാരിയുടെ നല്ല നല്ല സെലക്ഷൻ ഉള്ളോടത്ത് പോണം. വിദ്യക്ക് മുന്തിയ ഇനം 2-3 സാരികൾ എടുക്കണം. എനിക്ക് സാധാരണ സാരി മതി. പുറത്തോട്ടൊന്നും അങ്ങനെ അധികം യാത്രകളില്ലല്ലോ. ഇനിയിപ്പോ 2-3 തവണ പുറത്തു പോകേണ്ടി വരും. അതെവിടെയാ? കോടതിയിലേക്ക്. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ പുരോഗമിക്കല്ലേ. നിന്നെയും മൊഴിയെടുക്കാനായി വിളിപ്പിക്കും. ചിലപ്പോ 2-3 തവണ പോകേണ്ടിയും വരും. നമ്മുടെ ഡീസൻസിക്ക് അനുസരിച്ച് വേണമല്ലോ നമ്മൾ പോകാൻ. നീ എനിക്ക് അനുകൂലമായിട്ടേ മൊഴി കൊടുക്കൂ എന്ന് എനിക്കറിയാം. കാര്യം എന്തൊക്കെയാണെങ്കിലും അവസാന നിമിഷത്തിൽ നീ എന്റെ കൂടെയല്ലേ നിൽക്കൂ. അല്ലെങ്കിലും ഞാൻ വാങ്ങിത്തരുന്ന വില കൂടിയ സാരി കൊടുത്ത് എനിക്കെതിരായിട്ട് മൊഴി പറയാൻ നിനക്ക് പറ്റുമോ വിദ്യയെ? എനിക്ക് സാരി വേണ്ട. എന്താ എന്താ നീ പറഞ്ഞേ? പുതിയ സാരി വേണ്ടെന്ന്. വിൽപത്രത്തിന്റെ കാര്യത്തിൽ നന്ദിനെ ചതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. മോളെ മാത്രമല്ല, എന്റെ അമ്മയും കൂടെ ഞാൻ ചതിക്കേണ്ടി വരുന്നത്. ജീവിച്ചിരുന്നപ്പോ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. മരിച്ചതിന് ശേഷം നീ അവർക്ക് 3 നേരം ഊണൊരുക്കി കൊടുക്കുവോ? വിദ്യയെ തീക്കളിയാ നീ കളിക്കാൻ പോണത്. അതിന്റെ തിരിച്ചടികൾ എന്തായിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങേയറ്റം പോയ ഒരുപക്ഷെ പ്രതാപേട്ടൻ എന്നെ കൊല്ലുമായിരിക്കും. അതിനപ്പുറം ഒന്നുമില്ലല്ലോ. സന്തോഷത്തോടെ ഞാൻ മരിക്കും. എന്നാലും വിൽപത്രത്തിന്റെ കേസിൽ കള്ളം പറയുന്ന പ്രശ്നമില്ല. വെയിറ്റ് ഞാൻ പറയാം. വേദനയുണ്ടോ? ഇല്ല. ഞാൻ ടച്ച് ചെയ്യുന്ന അറിയുന്നുണ്ടോ? ആ, ഇനി പതുക്കെ എഴുന്നേൽക്കൂ. ഞാൻ പിടിക്കാം. വേണ്ട സജീവ്, കുഴപ്പമില്ല. ഒന്ന് നടന്നു നോക്കൂ. ശരിക്കും നടക്കാൻ കഴിയുന്നില്ലല്ലോ ഡോക്ടർ. ഇത്രയും ദിവസം പ്ലാസ്റ്റർ ഇട്ടിരുന്നല്ലേ, അതങ്ങ് മാറിക്കോളൂ. ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ദിവസം കുറച്ച് സമയം നടക്കുന്ന നല്ലതാ. സ്റ്റെപ്പ് കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. മരുന്ന് ഇനി പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും വേണ്ട. കാൽ ഓൾറെഡി ഓക്കെയാണ്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വന്നാൽ മതി. താങ്ക് യു ഡോക്ടർ. ഇവിടെ ഒരു സൈൻ കൂടി.
താങ്ക് യു മാഡം. ഇന്നലെ ഹരിപ്രസാദം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. പ്ലാസ്റ്റർ എടുത്തു. നടന്നു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ചെറിയൊരു മുടന്ന പോലെ ഉണ്ട്. Yeah.